Good morning all. Good morning. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? മിസ് എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് എടുക്കാം അല്ലെ നമുക്ക്. നെക്സ്റ്റ് മെത്തേഡ്സ് ടു സോൾവ് അല്ലെ. നമ്മ പറഞ്ഞു സ്പെസിഫിക് പ്രോബ്ലംസ് പറഞ്ഞു, ജനറൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ, മെത്തേഡ്സുകൾ എന്തെല്ലാമാണ്, അതാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കാം. മെത്തേഡ്സ് ടു സോൾവ്. അഡ്യൂക്കേറ്റ് ഡയറക്ഷണൽ സൈൻ അല്ലെ. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ ഭാഗത്തേക്കും നയിക്കുന്ന സൈൻ ബോർഡുകൾ കണ്ടിട്ടില്ലേ? ലബോറട്ടറി ഇങ്ങോട്ടാണ് അല്ലെ, OP സെക്ഷൻ ഇങ്ങോട്ടാണ് അല്ലെ, സ്കാനിങ് സെക്ഷൻ ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞ ഡയറക്ഷണൽ സൈൻ കണ്ടിട്ടില്ലേ? നമ്മളെ ഓരോ ഏരിയാസിലേക്ക് അല്ലെ, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നയിക്കുന്ന ശരിയായ രീതിയിലുള്ള ഡയറക്ഷണൽ സൈൻ ഉണ്ടായിരിക്കുക അല്ലെ. ഇത് നമുക്ക് തിരക്ക് കുറയ്ക്കാനും അല്ലെ, നമുക്ക് ഓരോ കൗണ്ടറിലും പോയി ചോദിക്കേണ്ടി വരുന്നുണ്ടോ? നമുക്കിത് നോക്കിയിട്ട് പോവാലോ. ലാബ് ടെസ്റ്റുകൾ എഴുതി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാർമസിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡയറക്ഷണൽ സൈൻ നോക്കി പോകാൻ സാധിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ ശരിയായ രീതിയിലുള്ള മതിയായ അഡ്യൂക്കേറ്റ് ഡയറക്ഷണൽ സൈന് ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുക. നെക്സ്റ്റ് പറയുന്നത് ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ അല്ലെ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിവരങ്ങൾ അവർ എഴുതാണോ ചെയ്യുന്നത്? എഴുതി നമുക്ക് റെക്കോർഡുകൾ തയ്യാറാക്കി തരാണോ ചെയ്യുന്നത്? ആണോ? അല്ല അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയില്ലേ, സിസ്റ്റം വഴിയാക്കി അല്ലെ. അപ്പൊ നമ്മുടെ OP നമ്പർ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെക്കോർഡ്സുകൾ റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് ഒരുപാട് നേരം ആ ഒരു രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുമ്പോൾ, കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ ആക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ റെക്കോർഡുകൾ നമുക്ക് എന്താണ് ഇലക്ട്രോണിക്കലി ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാം അല്ലെ. ഇത് നമുക്ക് എന്താണ്, നമ്മുടെ റെക്കോർഡുകൾ പെട്ടെന്ന് തന്നെ റിട്രീവ് ചെയ്തെടുക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മ ചിലപ്പോ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മുടെ OP നമ്പർ, OP കാർഡ് പോലും കൊണ്ടുപോണ്ടി വരുന്നില്ല അല്ലെ. ഹോസ്പിറ്റൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ റെക്കോർഡ് കിട്ടാണ് അവർക്ക്. ജസ്റ്റ് ആ മൊബൈൽ നമ്പർ അടിക്കുമ്പോ തന്നെ നമ്മുടെ റെക്കോർഡ് കിട്ടാണ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം വഴി കിട്ടില്ലേ. അപ്പൊ നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലെ. അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെക്കോർഡ്സുകൾ വീണ്ടെടുക്കാനായി സാധിക്കുന്നു ഈ കമ്പ്യൂട്ടർ വഴി നമ്മൾ സൂക്ഷിക്കുമ്പോൾ. നെക്സ്റ്റ് എന്താണ്, മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടിപർപ്പസ് ഫീ കളക്ഷൻ സോണുകൾ അല്ലെ. എന്താണ്, ഒന്നിലധികം ഫീ കളക്ഷൻ ഉള്ള സോണുകൾ, ഏരിയാസ് ഉണ്ടായിരിക്കുക അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു കൗണ്ടർ മാത്രമേ ഉള്ളൂങ്കിലോ ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ ലാബ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഫീസ് അടക്കേണ്ടി വരും അല്ലെ, ഡോക്ടറുടെ പേയ്മെന്റ് എടുക്കേണ്ടി വരും അല്ലെ.
വേറെ എന്തെങ്കിലും പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് അടക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഒരു കൗണ്ടർ മാത്രമുള്ളെങ്കിലോ ഫീസ് കളക്ട് ചെയ്യാനായിട്ട് ആ ഒരു കൗണ്ടറിന്റെ മുമ്പിൽ അത്രയും ആളുകൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ എല്ലാ പർപ്പസിനും വേണ്ടിയിട്ടും. അപ്പൊ എന്താണ് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോണുകൾ അല്ലെ. ഒന്നിലധികം ഫീ കളക്ഷൻ സോണുകളും മൾട്ടിപ്പിൾ പർപ്പസ് അല്ലെ. ഇപ്പൊ ഓരോ ഫീ കളക്ഷന് വേണ്ടിയിട്ട് ഓരോ ഏരിയാസ് സെറ്റ് ചെയ്യാം. ഇപ്പൊ ലാബിലെ ഫീസ് അടക്കാൻ ഒരു ഏരിയ, അതല്ലെങ്കിൽ നമ്മുടെ ഫാർമസിയിലെ ബില്ലുകൾ പേ ചെയ്യാൻ ഫാർമസിയില്, അല്ലെങ്കിൽ ഡോക്ടറുടെ ഒപിയിലെ കൺസൾട്ടേഷന് വേണ്ടി ഫീസ് അടക്കാൻ ഒരു സെക്ഷനില്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അഡ്മിഷൻ ഫീ അങ്ങനെയുള്ള പേയ്മെന്റിന് വേണ്ടി ഒരു സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരു തിരക്ക് കുറയ്ക്കാൻ സാധിക്കുന്നില്ലേ പേഷ്യൻസിന്റെ? സാധിക്കുന്നുണ്ടോ? അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് ചെന്നാൽ മതി അല്ലെ. ആ ഒരു പർപ്പസിന്റെ ബില്ലുകൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ നമ്മൾ ആ ഒരു ഏരിയയിൽ ചെന്ന് പേയ്മെന്റ് അടക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോണുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് അഡ്വക്കേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയൂംസ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മതിയായ ഡോക്ടേഴ്സ് ഇല്ലാതിരിക്കുക അല്ലെ, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ഇവിടെ പറയുന്നത് അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്, പേഷ്യന്റിന്റെ വോളിയം അനുസരിച്ച് ശരി എന്താണ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ ഹോസ്പിറ്റലില്. ഇപ്പൊ ഒരു 100 പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഒരു 5 ഡോക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് തിരക്ക് ഒരുവിധം കുറയ്ക്കാലോ അല്ലേ. ഒരു ഡോക്ടർ 20 പേഷ്യന്റിനെ വെച്ച് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഡോക്ടറുടെ മുമ്പിലുള്ള തിരക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? വെയിറ്റിംഗ് ടൈം കുറയ്ക്കാം അല്ലെ, പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാം, ഡോക്ടറിന്റെ റൂമിന്റെ മുമ്പിലുള്ള ആ ക്യൂകളൊക്കെ നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നുണ്ട്. അപ്പൊ പേഷ്യന്റിന്റെ വോളിയം അനുസരിച്ച്, പേഷ്യന്റിന്റെ നമ്പർ അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം അല്ലെ. മിസ് നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് ഡോക്ടറുടെ മുമ്പിലൊക്കെ അല്ലെങ്കിൽ ഫാർമസിയുടെ മുമ്പിലൊക്കെ എന്ത് ചെയ്യുക, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ലേ നമ്മുടെ ടോക്കൺ വിളിക്കാനായിട്ട് ഇനി എത്ര ആളുകൾ കൂടി ഉണ്ട് അല്ലെ. അതനുസരിച്ച് നമുക്ക് ടൈം സെറ്റ് ചെയ്യാലോ അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമില് അല്ലെങ്കിൽ ഫാർമസിയുടെ മുമ്പിലൊക്കെ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. എന്താണ് നമ്മുടെ ബ്ലഡ് കളക്ഷന് വേണ്ടി മൾട്ടിപ്പിൾ, അതായത് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് അല്ലെ, രോഗനിർണയ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന ഇപ്പൊ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരുപാട് പേഷ്യൻസ് വരുമല്ലോ ഓരോ രോഗത്തിനും അല്ലെ. സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. കാർഡിയോളജി ഉണ്ടാവും, പീഡിയാട്രിക് ഉണ്ടാവും, ന്യൂറോ ഉണ്ടാവും അല്ലെ, ഗൈനക് ഉണ്ടാവും അല്ലെ. ആണോ? അപ്പൊ ഈ വരുന്ന രോഗികൾക്കൊക്കെ ഒരു ബ്ലഡ് കളക്ഷൻ ഏരിയ മാത്രമുള്ളെങ്കിലോ, ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ഏരിയാസ് മാത്രമുള്ളെങ്കിൽ ഒരുപാട് തിരക്ക് വരില്ലേ. അപ്പൊ ആ ഒരു തിരക്ക് റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഏരിയാസും പിന്നെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് അല്ലെ നമ്മൾ പറഞ്ഞ സ്കാനിങ്ങിന് അതല്ലെങ്കിൽ നമ്മുടെ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അതിനുള്ള ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള സ്റ്റാഫുകളും കൂടി ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ പേഷ്യൻസിന്റെ വോളിയത്തിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പോലെ എന്താണ് പേഷ്യൻസിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ച് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണ്ടേ. ബ്ലഡ് കളക്ഷൻ സോണിലാണെങ്കിലും 1, 2, 3, 4 സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം അല്ലെ. ആ ഒരു ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ മാത്രമല്ലേ നമുക്ക് പെട്ടെന്ന് പേഷ്യൻസിനെ പറഞ്ഞയക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഒരു ഫ്ലിബോട്ടമിസ്റ്റ് മാത്രമുള്ളെങ്കിലോ, ഫ്ലിബോട്ടമിസ്റ്റ് എന്ന് പറഞ്ഞാല് ബ്ലഡ് കളക്ട് ചെയ്യുന്ന, ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന ആളെ പറയുന്നതാണ് ഫ്ലിബോട്ടമിസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരാൾ മാത്രമുള്ളെങ്കിലോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ നമ്മ ഇല്ലേ. അപ്പൊ
അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളും കൂടി ഈ ഒരു ഫെസിലിറ്റീസ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് അഡിക്വേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, എന്റർടൈൻമെന്റ് വിത്ത് ടിവി, മാഗസിൻ ഓർ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെഷേഴ്സ് ത്രൂ ലീഫ്ലെറ്റ്സ്, പോസ്റ്റേഴ്സ്, മാഗസീൻസ് അല്ലെ. അപ്പൊ നമ്മ എന്താണ് ഡോക്ടേഴ്സിന്റെ മുമ്പിൽ അതല്ലെങ്കിൽ ഫാർമസിയുടെ മുമ്പിലൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ, കൺസൾട്ടേഷന് വേണ്ടി, മരുന്നുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ നമുക്ക് എന്ത് വേണം, അഡിക്വേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി വേണം അല്ലെ. നമുക്ക് ആ ഒരു വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഇരിക്കാനുള്ള ഏരിയാസ് വേണോ, സീറ്റിംഗ് കപ്പാസിറ്റി വേണോ, സീറ്റ് വേണം അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് ചെയ്യാറ് മാത്രമേ ഉള്ളൂ എങ്കിൽ ബാക്കി എല്ലാവരും അവിടെ നിൽക്കേണ്ടി വരും അല്ലെ. അവിടെ ഇവിടെ കൂട്ടമായിട്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റില്ല അല്ലെ, നമുക്ക് നടക്കാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ ആവശ്യമായിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റി വേണം. പിന്നെന്താണ്, നമുക്ക് കുറച്ചു നേരം ഇരിക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഇറിറ്റേഷൻ ആണ്, ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ടി വി ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല, നമ്മ എന്ത് കാണും, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഓൺ ആക്കി വെക്കും അല്ലെ. എല്ലായിടത്തും അങ്ങനെയാണ്. ആരെങ്കിലും ടി വി ശ്രദ്ധിക്കാറുണ്ടോ? ടി വിയിൽ പൊതുവെ ഉണ്ടായിരിക്കും ഹോസ്പിറ്റലിലൊക്കെ വെക്കുന്നത് ന്യൂസ് ഒക്കെ ആയിരിക്കും അല്ലെ, ന്യൂസ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യും. പക്ഷെ ഇതിൽ പറയുന്നത് എന്താണ്, പണ്ട് ആരെങ്കിലും അങ്ങനെ ഒരുപാട് എല്ലാവരും മൊബൈൽ ഉണ്ടായിരുന്നോ? അപ്പൊ അവർക്ക് എന്താണ്, എന്റർടൈൻമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടി വി ഉണ്ടായിരിക്കണം. അവർക്ക് സമയം കളയുന്നതിന് വേണ്ടി, ചിലവഴിക്കുന്നതിന് വേണ്ടി മാഗസീൻസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ മെഷർ ചെയ്യുന്നതിന് അളക്കുന്നതിനുള്ള ലീഫ്ലെറ്റ്സുകള്, പോസ്റ്റേഴ്സ്, മാഗസീൻസുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കാണാറില്ലേ ഹോസ്പിറ്റലില്, മാഗസീനും ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കാണാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, സ്ക്രീനിങ് ഓഫ് ഒ പി ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. എന്താണ്, നമ്മുടെ ഒ പിയില് ജൂനിയർ ഡോക്ടേഴ്സിന്റെ സ്ക്രീനിങ് ഉണ്ടായിരിക്കുക അല്ലെ. ഇപ്പൊ അധികം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ ഹോസ്പിറ്റലില്. ഇപ്പൊ നമ്മ അവരെ കണ്ട് അല്ലെ, അവര് നമ്മളെ ചെക്കപ്പ് ചെയ്ത് കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ചെക്കപ്പ് വേണമെങ്കിൽ മാത്രം നമ്മൾ സീനിയർ ഡോക്ടേഴ്സിനെ കണ്ടാൽ പോരെ. ചെറിയ തരത്തിലുള്ള ചുമയോ ജലദോഷമോ അല്ലെങ്കിൽ പനി ഉണ്ടെങ്കിൽ നമ്മൾ സീനിയർ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ ഒ പിയില് ജൂനിയർ ഡോക്ടേഴ്സിന്റെ സ്ക്രീനിങ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സീനിയർ ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പിലുള്ള ആ തിരക്ക് കുറയ്ക്കാലോ. എല്ലാ പേഷ്യൻസിനെയും നമുക്ക് സീനിയർ ഡോക്ടേഴ്സിന്റെ റൂമിലേക്ക് വിടണ്ട അല്ലെ, കൺസൾട്ടേഷന് വിടേണ്ട ആവശ്യമില്ലല്ലോ. ജൂനിയർ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ആവശ്യമുള്ള പേഷ്യൻസിനെ മാത്രം നമുക്ക് സീനിയർ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വിടാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് പറയുന്നത്, ക്യൂയിങ് തിയറി ഈസ് എ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിങ് പ്രോബ്ലംസ് ഓഫ് ഓവർ ക്രൗഡിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, എന്താണ് ഇൻഅപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഓവർ ക്രൗഡിങ് ഉണ്ടാകുന്നു അല്ലെ. ഡോക്ടർ കൺസൾട്ടേഷന്റെ റൂമിന്റെ മുമ്പിൽ ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ ക്യൂയിങ് തിയറി എന്നുള്ള ഒരു സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓവർ ക്രൗഡിങ് കുറയ്ക്കാനായി, സോൾവ് ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ അല്ലെ, അത് അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. എന്താണ് നമ്മുടെ എന്താണ് സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിങ് പ്രോബ്ലം ഓഫ് ഓവർ ക്രൗഡിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് അടയാളപ്പെടുത്താം. നെക്സ്റ്റ്, എവോയ്ഡ് ക്യൂ ജമ്പിങ്. നമ്മൾ കാണാറുള്ള കാര്യമാണ് അല്ലെ. മുമ്പിൽ കയറിയിട്ട് അല്ലെ, ക്യൂ ഉണ്ടെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും, മുമ്പിൽ കയറിയിട്ടും നമ്മുടെ മുമ്പിൽ കയറിയിട്ടും അല്ലെ. കണ്ടിട്ടില്ലേ ക്യൂ ജമ്പ് ചെയ്യാം? കണ്ടിട്ടില്ലേ? ആരും കണ്ടിട്ടില്ല? കൂടുതൽ എന്താണ് പ്രായമായവരൊക്കെ ചെയ്യല്ലേ, അവര് ഒരു സീനിയർ സിറ്റിസൺ ആണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറച്ച് കൺസിഡറേഷൻ ഉണ്ടല്ലോ അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, ചില ആളുകള് എന്താണ് ആംഗ്രി ആയിട്ടുള്ള ആളുകളൊക്കെ മുമ്പിൽ കയറി നമ്മളോട് ഷൗട്ട് ചെയ്യാറുണ്ട് അല്ലെ. ഒരുപാട് നേരെ വന്നിട്ട് അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ്, ക്യൂ ജമ്പിങ് അവോയ്ഡ് ചെയ്യുക അല്ലെ. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലെ. ചിലപ്പോ നമ്മളും ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെ, ഡോക്ടറെ കാണാനായിട്ടും നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാനൊക്കെ ആയിട്ടും. അപ്പൊ അങ്ങനെയുള്ള ക്യൂ ജമ്പിങ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക.
The act of going ahead of other people, waiting in a line, something instead of waiting one turn. എന്താണ് ഒരാളുടെ ടേൺ ആവുന്നതിന് വേറൊരാൾ ആ സ്ഥലത്ത് കയറി നിൽക്കുക അല്ലെ. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യും, നമ്മൾക്ക് 3, 4, 5 ആൾക്ക് ബാക്കിൽ നിൽക്കുന്ന ആള് പെട്ടെന്ന് കയറി നമ്മുടെ സ്ഥലത്ത് നിൽക്കുക, അതല്ലേ ക്യൂജമ്പി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി വേണമല്ലേ, കൃത്യനിഷ്ഠത പാലിക്കണം അല്ലേ. ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫുകളായാലും പേഷ്യൻസ് ആയാലും അവർക്ക് പറഞ്ഞ സമയത്ത് അവര് വരണ്ടേ, കൃത്യനിഷ്ഠത പാലിക്കണം അല്ലേ. ഇപ്പൊ ഡോക്ടർ ഒ പി ടൈമിങ് 10 മണിയാണെങ്കിൽ ഒരു 11 മണിക്ക് വന്നാല് ശരിയാവോ? ചിലപ്പോ 9:30 മുതൽ പേഷ്യൻസ് വന്ന് വെയിറ്റിംഗ് ആയിരിക്കും അല്ലെ. ഡോക്ടറുടെ റൂമിന്റെ മുമ്പിൽ 9:30 മുതൽ പേഷ്യൻസ് വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ. ആണോ? ആണല്ലേ. അപ്പൊ എന്താണ്, ആരായാലും ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, മറ്റ് സ്റ്റാഫുകളായിക്കോട്ടെ, പേഷ്യൻസും എന്താണ് കൃത്യനിഷ്ഠത പങ്ക്ച്വാലിറ്റി പാലിക്കുക. നെക്സ്റ്റ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് അല്ലെ. എന്താണ് പരാതികൾ പരിഹരിക്കുക. നമ്മുടെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട്, സർവീസുമായി ബന്ധപ്പെട്ട് അല്ലെ, സ്റ്റാഫുകളുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് പരാതികൾ ഉണ്ടാവാലോ പേഷ്യൻസിന്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക അല്ലെ. റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് വെർച്വൽ ഗ്രീവൻസസ് റിഡ്രസൽ ഒക്കെ ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ നമുക്ക് ആപ്പ് വഴിയോ ലിങ്ക് വഴിയോ ഒക്കെ പരാതികൾ കൊടുക്കാലോ, കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യാലോ. കണ്ടിട്ടുണ്ടോ? ഗ്രീവൻസ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ എന്തെങ്കിലും അവർക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തേക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ആ പരാതികള് പരിഹരിച്ചു കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ. എന്താണ് ശരിയായ രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്തുണ്ടായിരിക്കുക, നമ്മുടെ ഒപ്പിയില് ഉണ്ടായിരിക്കുക അല്ലെ. അതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് അല്ലേ. ഇപ്പൊ നമ്മ പറഞ്ഞ പോലെ എന്താണ് 3 അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിനെ കയറ്റാം അല്ലെ. അത് കഴിഞ്ഞ് 3 ഒരു നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസിനെ കയറ്റാം അല്ലെ. അത് കഴിഞ്ഞിട്ട് 2 ടെസ്റ്റ് റിസൾട്ടുകളെ കയറ്റാം. അപ്പൊ നമുക്ക് ഒരുവിധം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലേ പേഷ്യൻസിന്റെ ആ ഒരു റേഷ്യോ അല്ലേ. അപ്പൊ അങ്ങനെയല്ലേ ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ശരിയായ രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക. ഓക്കെ ആണോ? മെത്തേഡ്സ് ടു സോൾവ്. നെക്സ്റ്റ് ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ OPD. OPD-യില് എന്തൊക്കെ റെക്കോർഡ്സുകളാണ് സൂക്ഷിക്കുന്നത്, കെപ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മുടെ രജിസ്ട്രേഷൻ ഫോം ഉണ്ടായിരിക്കും അല്ലെ. OP-യിൽ ചെല്ലുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണ്ടേ? OP-യിലെ രജിസ്ട്രേഷൻ ഫോം ഉണ്ടായിരിക്കും. പിന്നെ അഡ്മിഷൻ ഫോം ഉണ്ടായിരിക്കും അല്ലെ. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ OP-യിൽ കൺസൾട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അഡ്മിഷൻ ഫോം ഫിൽ ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കാറുണ്ടോ? കൊടുക്കാറില്ലേ? അപ്പൊ അഡ്മിഷൻ ഫോം ഉണ്ടായിരിക്കും. കൂടാതെ പേഷ്യന്റിന്റെ മെഡിക്കേഷൻ റെക്കോർഡുകൾ, അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട അല്ലെ. മെഡിക്കേഷൻ റെക്കോർഡുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതൊക്കെ മെഡിസിനുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ഏതൊക്കെ മെഡിസിനുകൾ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെ, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്, അവരുടെ അസുഖം എന്താണ് അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് റെക്കോർഡ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡുകൾ അല്ലെ, അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊസീജിയറെ കുറിച്ചുള്ള വിവരങ്ങൾ, അതിന്റെ റിസൾട്ടുകളൊക്കെ കെപ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് കൺസേൺ ഫോം അല്ലെ, നമ്മൾ അഡ്മിഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ കൺസേൺ ഫോം സൈൻ ചെയ്ത് കൊടുക്കാറില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണം, എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, അല്ലെങ്കിൽ ലാറിംഗോസ്കോപ്പി, അങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യണമെങ്കിലും നമ്മൾ കൺസേൺ ഫോം സൈൻ ചെയ്ത് കൊടുക്കണ്ടേ? സമ്മതപത്രം കേട്ടിട്ടില്ലേ? സമ്മതപത്രം. അപ്പൊ അങ്ങനെയുള്ള കൺസേൺ ഫോമുകൾ നമ്മുടെ OPD-യിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? അത്
OPD-യിലെ റെക്കോർഡ്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ അല്ലേ? ചോദിക്കുന്നത് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. OPD-യില് ഏതൊക്കെ ക്ലിനിക്കൽ റെക്കോർഡുകളാണ് സൂക്ഷിക്കുന്നത്? നെക്സ്റ്റ് നോക്കിയേ, എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ ദ മെഡിക്കൽ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു his or her indoor patients or a period of 3 years from the date of commencement of the treatment. ഇതാണ് നമ്മുടെ ഒരു പേഷ്യന്റിന്റെ, ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്. അവർ ആ മെഡിക്കൽ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ, അവർക്ക് എന്താണ് 3 വർഷം വരെ അവരുടെ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ എത്ര വർഷമാണ് ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നത്? എവറി ഹോസ്പിറ്റൽ നോക്കിയേ, മിസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞെന്നാണ്. എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ ദ മെഡിക്കൽ റെക്കോർഡ് റിലേറ്റഡ് ടു ഹിസ് ഓർ ഹെർ ഇന്റർ പേഷ്യൻസ്. ഇന്റർ പേഷ്യൻസിലെ മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ നിർബന്ധമായും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ നെക്സ്റ്റ് പറയുന്നത് ഓർ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദി ട്രീറ്റ്മെന്റ്. അവർ ആ ട്രീറ്റ്മെന്റ് കമൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്ത് 3 വർഷത്തേക്ക് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്നു. ഓക്കെ ആണോ? ഇപ്പൊ നമ്മള് മാർച്ച് 2025 നമ്മ അവിടുത്തെ ട്രീറ്റ്മെന്റ് തുടങ്ങിയാല് എന്താണ് 2027 മാർച്ച് വരെ നമ്മുടെ റെക്കോർഡിംഗ് ചെയ്യും, അവര് സൂക്ഷിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് job description of OPD assistant. OPD assistantന്റെ ഡ്യൂട്ടീസ് അല്ലെ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കി, അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് OPD. നമ്മുടെ OPD-യിലെ ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റില് നമുക്ക് കുറച്ച് എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആവശ്യമല്ലേ? നമ്മുടെ ബ്ലഡ് നോക്കണം, BP നോക്കണം, വെയിറ്റ് നോക്കണം അല്ലെ, ടെമ്പറേച്ചർ നോക്കണം, വേണ്ടേ? വൈറ്റൽസ് നോക്കണ്ടേ നമ്മുടെ? അപ്പൊ അങ്ങനെയുള്ള നെസസറി ആയിട്ടുള്ള അല്ലെ, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ നമ്മുടെ OPD-യിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്, ക്രമീകരിക്കുക എന്നുള്ളത് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഡയറക്റ്റിംഗ് പേഷ്യൻസ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് എന്ത് തരാറുണ്ട്? ചിലപ്പോ റെഫറൽ തരാറുണ്ട് അല്ലെ, വേറെ ഡോക്ടറെ കാണാൻ പറയാറില്ലേ ചില കണ്ടീഷൻ അനുസരിച്ച്, ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്. അതല്ലെങ്കിൽ എന്റെയും ലാബ് ടെസ്റ്റുകൾക്കൊക്കെ എഴുതി തരാറുണ്ട് അല്ലെ. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്യുക അല്ലെ, നയിക്കുക എന്നുള്ളതും നമ്മുടെ OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. നമുക്ക് പറഞ്ഞു തരാറില്ലേ, ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സ് പറഞ്ഞു തരാറുണ്ട് അല്ലെ, ഇന്ന ഏരിയയിലാണ് അല്ലെ ഗൈനക്ക് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്കിപ്പോ ന്യൂറോനാണ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ നമ്മൾ അവരെ കൊണ്ടുവന്നാക്കി തരാറുണ്ട് അല്ലെ, ന്യൂറോ ഡോക്ടറുടെ റൂമിൽ കൊണ്ടുവന്നാക്കി തരാറില്ലേ ഈ OPD അസിസ്റ്റന്റ് അല്ലേ? നമ്മുടെ ഫയൽ അടക്കം അല്ലേ, എന്തോ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആരാണ്? ഈ OPD അസിസ്റ്റന്റ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്സ്. എന്താണ്? നമുക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം അല്ലെ. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ എന്താണ് ഫോറിനേഴ്സ് ഒക്കെ വരാറുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ബംഗാളീസ് ഒക്കെ ഉണ്ട് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വരാറില്ലേ, ട്രീറ്റ്മെന്റിന് വേണ്ടി വരാറില്ലേ, ഹിന്ദിക്കാരൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേസിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവര് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്
പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ കേസ് ഷീറ്റ് അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ കേസ് ഷീറ്റ് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് നൽകേണ്ടതുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ OPD അസിസ്റ്റന്റ് ആണ് അല്ലെ. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ടെസ്റ്റ് നടത്താൻ എഴുതിയിട്ടുണ്ട്, ലാബ് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേസ് ഷീറ്റ് അവർക്ക് കൊടുക്കണോ? ഇപ്പം എക്ക സിസ്റ്റം വഴിയാണ് അല്ലെ പാസ് ചെയ്യുന്നത്, മെസ്സേജസ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ കേസ് ഷീറ്റ് അങ്ങനെ വേറെ ഏതെങ്കിലും സെക്ഷനിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് പാസ് ചെയ്യുക എന്നുള്ളത് ഈ OPD അസിസ്റ്റന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇപ്പൊ ചില പേഷ്യൻസിന് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അഡ്മിറ്റ് ആക്കില്ലേ. അഡ്മിറ്റ് ആക്കി കഴിയുമ്പോൾ അവരുടെ റെക്കോർഡുകൾ, അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ വാർഡിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കേസ് ഷീറ്റുകളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് OPD അസിസ്റ്റന്റ് ആണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ് അല്ലെ, ലൈക്ക് മെഡിസിൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിസൾട്ട് ഫോർ വെയിറ്റിംഗ് ടു ദി പേഷ്യൻസ്. ഇപ്പൊ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പോ നേഴ്സ് നമ്മുടെ കൂടെ വന്നിട്ട് പറയാറില്ലേ, ഫാർമസിയിൽ മരുന്നുകൾ എഴുതിയിട്ടുണ്ട്, അവിടെ പോയി ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ കളക്ട് ചെയ്തോ, അതല്ലെങ്കിൽ എന്താണ് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ആ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടും ആയിട്ട് വരുവാന്നൊക്കെ പറയാറില്ലേ നേഴ്സുമാര് അല്ലേ. നമ്മുടെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ഡീറ്റെയിൽസ് നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ മരുന്നുമായി ബന്ധപ്പെട്ടോ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഒക്കെ ആ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നത് OPD അസിസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ്, അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്. എന്താണ്, ഈ പേഷ്യന്റിന് പുതിയ എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് സഹായിച്ചു കൊടുക്കുന്നതും അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ OPD അസിസ്റ്റന്റ് ആണ്. പിന്നെന്താണ്, മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്, എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ. OPD-യിൽ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, പൂർണ്ണ തൃപ്തിയിലെ ആണ് നമ്മുടെ OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട ബേസിക് എൻക്വയറീസ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ഫുൾ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതാണ് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ആ ഒരു ബോക്സിൽ എക്സാമ്പിൾ ഓഫ് രജിസ്ട്രേഷൻ സിസ്റ്റം അല്ലെ, നമ്മുടെ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ എന്തൊക്കെ വിവരങ്ങളാണ് കൊടുക്കുന്നത് എന്നാണ് അല്ലെ. പേഷ്യൻസിന്റെ ID നമ്പർ ഉണ്ടാവും അല്ലെ, അവരുടെ പേര്, പിന്നെന്താണ് ജെൻഡർ, ഓക്യുപ്പേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അല്ലേ. ആളുടെ ഡ്യൂട്ടി എന്തായിരിക്കും? എന്തായിരിക്കും? പേരിൽ തന്നെയുണ്ട്, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഹോസ്പിറ്റലിൽ വരുന്ന ഗസ്റ്റുകളെ ശരിയായി സ്വീകരിക്കുക എന്നുള്ളത് അല്ലെ, ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ, ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത്. ഹോസ്പിറ്റലിലെ ഗസ്റ്റ് ആരാണ്? മന്ത്രിമാരാണോ? VIPസും ഉണ്ടാവാറുണ്ട്. ശരിക്കും പേഷ്യൻസ് അല്ലെ. അപ്പൊ എന്താണ്, പേഷ്യൻസിനെ ശരിയായ രീതിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് സ്വീകരിക്കുക അല്ലെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെ, ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട അവർക്ക് ആവശ്യമായിട്ടുള്ള എൻക്വയറീസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ഗസ്റ്റ് റിലേഷൻ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്ന സെക്ഷൻ ആണ് കേട്ടോ. എ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഓൾസോ നോൺ ആസ് എ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. അതർ നെയിം ഓഫ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് പറയുന്ന മറ്റു പേരുകളാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്.
ഈ ആളുടെ ഡ്യൂട്ടി എന്താണ്? ഇസ് എ കസ്റ്റമർ സർവീസ് സെന്റർ എംപ്ലോയി ഹു എസെൻഷ്യലി ഗ്രീറ്റ്സ് അല്ലെ. ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സെന്റേഡ് സർവീസ് സെന്റേഡ് ആണ് അല്ലെ. എന്താണ്? കസ്റ്റമറിലെ സേവന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്റ്റാഫാണ്. അവരെന്താണ് ചെയ്യുന്നത്? ഹു എസെൻഷ്യലി ഗ്രീറ്റ്സ് അല്ലെ. എന്താണ്? അവര് കസ്റ്റമറിനെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു അല്ലെ. അവരുടെ ഡ്യൂട്ടി എന്താണ്? കസ്റ്റമർ സർവീസ് സെന്റേഡ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? പേഷ്യന്റ് ആണ് അല്ലെ. അപ്പൊ പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എംപ്ലോയി ആണ് കസ്റ്റമർ റിലേഷൻ ഓഫീസർ. ഓക്കെ ആണോ? നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ ശരിയായ രീതിയിൽ സ്വീകരിക്കുക, അവരെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ്. നെക്സ്റ്റ് നോക്കിയേ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. നമ്മുടെ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സ് ആർ അവൈലബിൾ ടു അസിസ്റ്റ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ബൈ ആൻസറിംഗ് ക്വസ്റ്റ്യൻ, explaining hospital policies, customer service, and helping to resolve issues related to hospital service. എന്താണ്? ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സ് എന്ത് ചെയ്യണം? നമ്മുടെ പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നതിൽ അവരെ സഹായിക്കണം അല്ലെ, അസിസ്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ്? നമ്മ ഒരു ഹോസ്പിറ്റലിൽ പുതുതായിട്ടൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടാവില്ലേ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അവിടുത്തെ സർവീസുമായി ബന്ധപ്പെട്ട് അല്ലെ, സർവീസുമായി ബന്ധപ്പെട്ട്, ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട്, ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെ, ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസറിങ് മറുപടി കൊടുക്കുക, അത് എക്സ്പ്ലെയിൻ, ഹോസ്പിറ്റൽ പോളിസികൾ അല്ലെ, ഹോസ്പിറ്റലിലെ പോളിസികളെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അല്ലെ, വിശദീകരിച്ച് കൊടുക്കുക. പിന്നെ എന്താണ്? കസ്റ്റമേഴ്സ് നല്ല രീതിയിലുള്ള അല്ലെ, പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന, കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിൽ അവർക്ക് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് ഡോക്ടറെ കാണാൻ പറ്റാതെ വരാം അല്ലെ. ആണോ? അപ്പൊ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കസ്റ്റമർ റിലേഷൻ ഓഫീസറാണ്. ചിലപ്പോ എന്താണ്? ചില സ്റ്റാഫുകളിൽ നിന്ന് മോശമായ ബിഹേവിയർ ഉണ്ടാവുക അല്ലെ. ഇപ്പൊ നമ്മ റിസപ്ഷനിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അവര് ചില സ്റ്റാഫുകൾ എന്താണ്, ചിലപ്പോ നമ്മളെ മൈൻഡ് ചെയ്യില്ല അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ കുറെ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യിക്കും. ഉണ്ടോ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. അതൊക്കെ എന്താണ്? നമുക്ക് ഉണ്ടാകുന്ന മോശ അനുഭവങ്ങളാണ് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കേണ്ടത് ഈ കസ്റ്റമർ റിലേഷൻ ഓഫീസർ ആണ്. നെക്സ്റ്റ് പറയുന്നത് അറ്റൻഡ് ടു എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ഗസ്റ്റ് കസ്റ്റമർ ഓർ ഫോറിൻ പേഷ്യൻസ്. നമുക്കറിയാം ഇപ്പൊ ആസ്റ്റർ മെഡിസിറ്റി അങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫോറിനേഴ്സ് വരാറുണ്ട് അല്ലെ. ഫോറിനേഴ്സിനെ കാണാറില്ലേ? നമുക്ക് എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില്, നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി, രാജഗിരി ഹോസ്പിറ്റലിനൊക്കെ എന്താണ്? അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലാണ്, ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഫോറിനേഴ്സ് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫോറിനേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പേഷ്യൻസും വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ എന്താണ്? റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ആൻഡ് എവറിത്തിങ് എൽസ് അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വരാറുണ്ട്? ഈ ഫോറിനേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ എന്തുണ്ട്? നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റു കാര്യങ്ങൾ, എവറിത്തിങ് എൽസ് അല്ലെ, മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻക്വയറീസ് വരാറുണ്ടോ? അന്വേഷണങ്ങൾ വരാറില്ലേ? ഇല്ലേ? നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ഡോക്ടർ കണ്ട് മരുന്ന് മേടിച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലും പുതിയ പുതിയ ഫെസിലിറ്റീസ് അല്ലെ, പുതിയ പുതിയ ട്രീറ്റ്മെന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആണോ? ചികിത്സകള്,
സർജറീസ്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഡെലിവറി, വേദനരഹിത ഡെലിവറി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അതിന് ചാർജ് കൂടുതലാണ്, കേട്ടിട്ടുണ്ടോ? അപ്പൊ ചാർജ് കൂടുതലാണ് അതിനൊക്കെ. നമ്മ ഒരു ഡെലിവറിയുടെ സമയത്തുള്ള ആ ഒരു പെയിൻ അറിയില്ല, നമുക്ക് അതിനെ കുറിച്ച് ചിലപ്പോ നമുക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച്, അതിന്റെ എന്താണ് കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് അല്ലെ, ഉണ്ടാവുമല്ലോ ഇല്ലേ? ആർക്കില്ല? ഉണ്ടാവുമല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടുത്തെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ, എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസറോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ആണോ? യെസ്, ഒരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ് കേട്ടോ. നമുക്കറിയാം ഇപ്പൊ പലയിടത്തും പല ഫെസിലിറ്റീസും പല ട്രീറ്റ്മെന്റുകളൊക്കെയാണ് കൊണ്ടുവരുന്നത്, പുതിയ പുതിയ മെത്തേഡുകളും അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, check if adequate welcome facilities are available for everything whose arrival is on the list. അല്ലെ, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അല്ല, അതായത് എല്ലാ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള വെൽക്കം ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, അല്ലെ, ചെക്ക് ചെയ്യുക എന്നുള്ളതും നമ്മുടെ കസ്റ്റമർ റിലേഷൻ ഓഫീസറുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇപ്പൊ മിസ് എക്സാമ്പിൾ പറയാം, ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലില് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് എന്ത് വേണം, വീൽ ചെയേഴ്സ് വേണം അല്ലെ, ഹോസ്പിറ്റലിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. വേണ്ടേ? വേണ്ടേ? നമുക്കൊക്കെ ഓടിപ്പോവാം, വേഗം അങ്ങോട്ട് കയറി പോകാം. ഒരുവിധം പ്രായമായവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ വീൽ ചെയേഴ്സ് വേണ്ടേ? അപ്പൊ ആ ഒരു വീൽ ചെയർ ആ ഒരു എൻട്രൻസിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണോ? അതൊരു വെൽക്കം ഫെസിലിറ്റി ആണ് അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ എല്ലാ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള വെൽക്കം ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുന്നത്. നമ്മുടെ രജിസ്ട്രേഷന്റെ സെക്ഷനിലാണെങ്കിലും അവിടെ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ വേണം അല്ലേ? എന്തേ? അതൊക്കെ ഫെസിലിറ്റീസ് ആണ് അല്ലെ? വെൽക്കം ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് അല്ലേ? ഡോക്ടേഴ്സ് വേണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് അറ്റൻഡ് ടു VIP, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ വിത്ത് മോർ അറ്റൻഷൻ അല്ലെ? നമ്മൾ VIPസിനെയൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അല്ലെ? അവര് പിണങ്ങി പോയി കഴിഞ്ഞാല് പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലില്, ആണോ? ഒരു സിനിമ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഒരു മൂവി, മന്ത്രി, നമ്മുടെ മമ്മൂട്ടി മന്ത്രി ആയിരിക്കുന്ന സമയത്ത് സലീം കുമാർ അച്ഛനുള്ളപ്പോ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ കൊണ്ടു ചെല്ലും ആവാൻ, അതിൽ കാണിക്കുന്നുണ്ട് അല്ലെ? അതെന്താണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്? എന്തുകൊണ്ടാണ്? നമ്മുടെ VIPന് കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ടല്ലേ, ശ്രദ്ധ കൊടുത്തത് കാരണമാണ് അല്ലേ? ആണോ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ VIPസിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അല്ലെ? പക്ഷെ എന്താണ്, മറ്റുള്ളവർക്ക് അത് ബേർഡൻ ആവാൻ പാടുണ്ടോ? ഒരു ബുദ്ധിമുട്ടാവാൻ പാടുണ്ടോ നോർമൽ പേഷ്യൻസിന്? പാടുണ്ടോ? VIPസിന് കൂടുതൽ ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, നോർമൽ പേഷ്യൻസിന് ഒരു ബേർഡൻ ആവാത്ത രീതിയിൽ അല്ലെ, ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മുടെ VIPസിന് കൂടുതൽ ശ്രദ്ധ അല്ലെ, മോർ അറ്റൻഷൻ കൊടുക്കുക. നെക്സ്റ്റ്, maintain a polite and humble personality while attending to the guest. അല്ലെ? നമ്മുടെ ഗസ്റ്റിനെ, അതായത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ സ്വീകരിക്കുന്ന സമയത്ത് മര്യാദയോട് കൂടിയും എളിമയോട് കൂടിയിട്ടും പെരുമാറണം അല്ലെ? ഒരു പേഷ്യന്റ് വരുമ്പോ നമ്മൾ ഒരുപാട് ദേഷ്യത്തിലാണ്, അവരോട് ഒരുപാട് ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ സംസാരിക്കാൻ പാടുണ്ടോ? പേഷ്യന്റിനെ സ്വീകരിക്കുന്ന ആള് സ്വീകരിക്കാൻ ഇല്ല അല്ലെ? അവരോട് നല്ല മര്യാദയോട് കൂടി അല്ലെ, എളിമയോട് കൂടി അവർക്ക് വേണ്ട ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് വേണം അവരോട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുക.
നെക്സ്റ്റ് പറയുന്നത് provide a detailed description of all the information that can be potentially asked for along with the document needed. ഇപ്പൊ നമ്മൾ ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ടെസ്റ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത ടെസ്റ്റുകളുടെ റിസൾട്ടുകളൊക്കെ നമ്മൾ ആവശ്യപ്പെടാറുണ്ട് അല്ലെ. നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കാറുണ്ടാരെങ്കിലോ റിസൾട്ടുകളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ എന്താണ്, അപ്പൊ ആവശ്യമായ ഒരു പേഷ്യന്റിന് ആവശ്യമായ രേഖകൾക്കൊപ്പം അവർ ആവശ്യപ്പെടാൻ സാധ്യതയുള്ള അല്ലെ എങ്ങനെയുള്ള ടെസ്റ്റ് റിസൾട്ടുകള്, അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകള്, അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളുടെയും വിശദമായ വിവരണം നൽകുക. ഓക്കെ ആണോ? ഒരു പേഷ്യന്റ് എന്താണ്, അവർക്ക് ആവശ്യമായ രേഖകൾക്കൊപ്പം അവർക്ക് ആവശ്യപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിവരങ്ങളുടെയും വിവരണം അല്ലെ, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അവർക്ക് നൽകുക. ഓക്കെ അല്ലേ? അതാ ഇപ്പൊ നമ്മ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞു പോരുമ്പോൾ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു, അഡ്മിഷൻ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്ചാർജ് സമ്മറി തരാറുണ്ട് അല്ലെ, തരാറില്ലേ? കണ്ടിട്ടുണ്ടോ ഡിസ്ചാർജ് സമ്മറി? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ എന്ന് അഡ്മിറ്റ് ചെയ്തു അല്ലെ, നമ്മുടെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരുന്നു അല്ലെ, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ, നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ, അതിന്റെ റിസൾട്ടുകൾ എന്താണ് അല്ലെ, അവരെന്താണ് നമുക്ക് ഡയഗ്നോസിസ് ചെയ്തത് അല്ലെ, രോഗനിർണയം എന്താണ് ചെയ്തത് അല്ലെ, നമുക്ക് അവർക്ക് എന്തൊക്കെ മരുന്നുകൾ തന്നിട്ടുണ്ട് അല്ലെ, അതിനുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അല്ലേ ആ ഒരു ഡിസ്ചാർജ് സമ്മറിയില്. കണ്ടിട്ടുണ്ടോ? അല്ലേ? അപ്പൊ എന്താണ്, അതൊക്കെ നമുക്ക് ആവശ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ലേ ഡിസ്ചാർജ് സമ്മറി അല്ലേ. ഓൾ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും വിശദമായ ഡീറ്റെയിൽസ് പേഷ്യൻസിന് നൽകുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ടേക്ക് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ് the guest might need and for to avoid a last minute rush അല്ലെ. എന്ത് ചെയ്യണം, അവസാന നിമിഷത്തെ ലാസ്റ്റ് മിനിറ്റ് റഷ് അല്ലെ, അവസാന സമയത്തെ തിരക്ക് ഒഴിവാക്കാനായിട്ട് പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അതൊരു ജേണിയാണ് അല്ലെ, ശരിക്കും പറഞ്ഞാല് ഒരു ജേണി അല്ലേ. റിസപ്ഷനിൽ ചെല്ലുക അല്ലെ, റിസപ്ഷനിൽ ചെല്ലുന്ന രജിസ്ട്രേഷൻ എടുക്കുക അല്ലെ, അത് കഴിഞ്ഞ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ ചെന്ന് വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്ത് ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിൽ ചെല്ലുക, ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകൾ വാങ്ങിക്കുക അല്ലെ, അതിനുശേഷം പുറത്തിറങ്ങുക. അതല്ലെങ്കിൽ എന്താണ്, ഡോക്ടറെ കണ്ട് വല്ല ചെക്കപ്പുകളോ അതല്ലെങ്കിൽ വല്ല ടെസ്റ്റുകളോ പറഞ്ഞിട്ട് ടെസ്റ്റുകൾ ചെയ്യുക, അതിന്റെ റിസൾട്ട് കിട്ടി വീണ്ടും കൊണ്ടുവന്ന് ഡോക്ടർ കാണിക്കുക അല്ലെ. ആണോ? ഒരു ജേണിയാണോ അത്? ഹോസ്പിറ്റലിൽ എൻറ്റർ ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നത് വരെ അല്ലെ. അപ്പൊ എന്താണ്, ആ ഒരു ലാസ്റ്റ് മിനിറ്റത്തെ തിരക്ക് ഒഴിവാക്കാനായിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ്, check the amenities for their quality and proper provision to leave no ground for complaints. ഇപ്പൊ ചിലപ്പോ നമുക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകളില് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസില് ക്വാളിറ്റി ഇല്ല, ഗുണനിലവാരം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മൾ കംപ്ലൈന്റ്സ് പറയില്ലേ ഹോസ്പിറ്റലില്. ചിലപ്പോ ഡോക്ടർ നമ്മളെ ശരിയായ രീതിയിൽ ചെക്കപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ ഫാർമസിയിൽ തന്ന മരുന്നുകള് കറക്റ്റ് അല്ല, തെറ്റിപ്പോയി അല്ലേ, നമ്മ എന്തായാലും കംപ്ലൈന്റ് പറയോ? പറയോ? പറയില്ല, മിണ്ടായിട്ട് പോരോ? പറയില്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലൈന്റ് അല്ലെ, നമുക്ക് പരാതികൾക്ക് കാരണമില്ലാതിരിക്കാൻ അല്ലെ, നമുക്ക് യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ലാതിരിക്കാൻ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസിൽ അല്ലെ, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റുകളുടെ ഗുണനിലവാരവും അവർക്ക് ശരിയായ രീതിയിൽ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? യാതൊരു വിധത്തിലുള്ള പരാതികൾക്കും
കാരണമാകാതിരിക്കാൻ പേഷ്യൻസിന് നൽകുന്ന ട്രീറ്റ്മെന്റുകളായിക്കോട്ടെ, ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, സർവീസുകളായിക്കോട്ടെ, അവയുടെ ഗുണനിലവാരവും അത് ശരിയായ രീതിയിൽ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? ഓക്കെയാണോ? Next, ensure maintenance of proper information in database. അല്ലെ, എന്താണ് നമ്മുടെ ഡാറ്റാബേസിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അല്ലെ, അപ്പൊ നമുക്കറിയാം ഒരു പേഷ്യന്റിന്റെ ഡാറ്റാബേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. അല്ലെ, സോഷ്യൽ ഡാറ്റാസ് വേണം, മെഡിക്കൽ ഡാറ്റാസ് വേണം, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി വേണം. അല്ലെ, ഏനോ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് ലഭിച്ചോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? ട്രീറ്റ്മെന്റ് റിസൾട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ വേണം, പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊസീജിയറിന്റെ റിസൾട്ടുകൾ വേണം, അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ആ മെഡിക്കേഷൻസ് വേണം, അവരെ ഏത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്യുന്നത് അല്ലെ, A to Z കാര്യങ്ങൾ വേണ്ടേ പേഷ്യന്റിനെ കുറിച്ചുള്ള? അപ്പൊ പേഷ്യന്റിന്റെ ഡാറ്റാബേസിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദി മാനേജർ ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം whenever needed. അല്ലെ, ഇതാണ് ആ ഒരു ഹോസ്പിറ്റലിലെ മാനേജറുമായിട്ട് നല്ലൊരു ക്ലോസ് കോണ്ടാക്ട് നിലനിർത്തുക. ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം whenever needed, അവർക്ക് ആവശ്യമായ സമയത്ത് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്ലെ, ഇപ്പൊ എന്താണ് ചിലപ്പോ നമ്മുടെ ഈ പേഷ്യൻസ് എന്തെങ്കിലും ഇഷ്യൂസ് പ്രോബ്ലംസ് പറയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരാതികൾ പറയുകയാണെങ്കിൽ നമ്മ മാനേജറുമായി ബന്ധപ്പെടേണ്ടി വരുമല്ലോ, കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. അല്ലെ, ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ, സർവീസുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ ഇല്ലേ? ആണോ എന്താ മിണ്ടാത്തെ? അപ്പൊ എന്ത് വേണം? മാനേജറുമായിട്ട് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ നല്ലൊരു റിലേഷൻ ആയിരിക്കണ്ടേ? ഏത് സമയത്തും വിളിച്ച് എന്ത് കാര്യങ്ങളും ചോദിക്കാനുള്ള ഒരു ബന്ധം അവര് തമ്മിൽ ഉണ്ടാവണം. അല്ലെ, എന്നാൽ മാത്രമാണോ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ശരിയായി കൊടുക്കാൻ സാധിക്കുള്ളൂ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക്. ഓക്കെ, നെക്സ്റ്റ് thorough knowledge of hospital medical and non-medical department and its function. നമുക്ക് പറഞ്ഞു, നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട ഡോക്ടറോ പേഷ്യൻസോ പേഷ്യൻസിന്റെ ഫാമിലീസോ എന്ത് എൻക്വയറീസ് നടത്തിയാലും അതിനുള്ള മറുപടി കൊടുക്കുക. അല്ലെ, ആൻസറിങ് ചെയ്യാം. അപ്പൊ എന്തറിഞ്ഞിരിക്കണം? നമ്മുടെ ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു അറിവ് വേണ്ടേ? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും അവയുടെ ഫങ്ഷൻസ് പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മുടെ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് നല്ല രീതിയിലുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. മീൻസ് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ശരിയായ ഒരു നോളജ്, കറക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മറുപടി പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ആണോ? അല്ലെ, അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ശരിയായ നല്ല രീതിയിലുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെയാണോ? അത് ഓക്കെയാണോ ചാപ്റ്റർ? ഓക്കെ, ആ ചാപ്റ്റർ ഓക്കെയാണോ എല്ലാവർക്കും? നോക്കണോ? വായിച്ചു നോക്കണോ? അതോ മിസ് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങിക്കോട്ടെ? എന്താ ചെയ്യണ്ടേ? എന്തായാലും പറയട്ടെ, വായിച്ചു നോക്കണോ? ഔട്ട് പേഷ്യന്റ് വായിച്ചു നോക്കണോ? മിസ് ഇന്ന് എടുത്ത ഭാഗം വായിച്ചു നോക്കണോ? വായിച്ചു നോക്കണം. ഓക്കെ, വായിച്ചു നോക്കിക്കോ, റിവൈസ് ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്തോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു നോക്കാന്ന് പറയുമ്പോ നിങ്ങൾ ലെഫ്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് മിസ് ചോദിച്ചത്. പോവരുത് ആരും. നെക്സ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം വായിച്ചു നോക്കിയിട്ട് മിസ്സിന്റെ അടുത്ത് ചോദിക്കട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് മിസ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാപ്റ്റർ, ഹോസ്പിറ്റൽ വാർഡ്. സെൻട്രലൈസ്ഡ് ഒ പി. സെൻട്രലൈസ്ഡ് ഒ പി എന്ന് പറഞ്ഞാല് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഴയ ജനറൽ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടോ? ഗവൺമെന്റ് ഹോസ്പിറ്റല്, അതല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പുകൾ നടക്കില്ലേ? ക്യാമ്പുകള് അതെങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലർ ഒരു ഹാളില് പല സ്ഥലത്തായിട്ട് പല ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ടാവും അല്ലെ? അങ്ങനെയല്ലേ? ഫെസിലിറ്റീസ്. അതാണ് സെൻട്രലൈസ്ഡ്. അതായത് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സും അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ ഒരു സ്ഥലത്ത് മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ്. ANC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ കെയർ. നമ്മുടെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റുകളും പരിചരണങ്ങളിലെ കെയർസും, അതാണ് ആന്റിനേറ്റൽ കെയർ. ഓക്കെ ആയോ? ആരാ ചോദിച്ചേ? ഓക്കെ ആയോ? ആ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആ ഡെലിവറി കഴിയുന്നത് വരെ നമുക്ക് ലഭിക്കുന്ന പരിചരണങ്ങളും ട്രീറ്റ്മെന്റുകളും ഒക്കെ ഇല്ലേ? വാക്സിൻ, ഇഞ്ചക്ഷൻസ് ഉണ്ട് അല്ലെ? മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്കാനിങ്ങുകൾ ഉണ്ട് അല്ലെ? അതൊക്കെയാണ് ആന്റിനേറ്റൽ കെയർ. ഓക്കെ ആണോ? അയച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? പുതിയ ക്ലാസ് തുടങ്ങാനായിട്ട് സമയമെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. വാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടില്ലേ? വാർഡ് എന്താണ്? വാർഡ് ഒന്ന് പറഞ്ഞേ. ഒരു ഹോസ്പിറ്റലില് ഒരേപോലെയുള്ള അല്ലെ സിമിലർ ആയിട്ടുള്ള ചികിത്സകൾ ലഭിക്കാനായിട്ട് ഒന്നിലധികം പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന അല്ലെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ വാർഡ്? അവിടെ ഒരു ബെഡാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു ബെഡാണോ?
അല്ല അല്ലെ, 3, 4, 5, 6 ഒരുപാട് ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഈ വാർഡ് നോക്കിയേ, നമുക്കിപ്പോ പലതരത്തിലുള്ള വാർഡുകൾ അറിയാം അല്ലെ. ഹോസ്പിറ്റലില് ജനറൽ വാർഡ് ഉണ്ട് അല്ലെ. പിന്നെ എന്താണ് സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകൾ ഉണ്ട് അല്ലെ. ഓങ്കോളജി വാർഡ് ഉണ്ട് അല്ലെ, ഓങ്കോളജി വാർഡ് ഉണ്ട്, പീഡിയാട്രിക് വാർഡ് ഉണ്ട്, ഗൈനക് വാർഡ് ഉണ്ട്, ഓർത്തോ വാർഡ് ഉണ്ട് ഇല്ലേ. ഇപ്പൊ ഓർത്തോ വാർഡിലാണെങ്കിൽ ഏത് തരം പേഷ്യൻസിനെ ആയിരിക്കും അഡ്മിറ്റ് ആക്കുന്നത്? ഓർത്തോവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവരല്ലേ, ബോൺസുമായി ബന്ധപ്പെട്ട് അല്ലെ, ഫ്രാക്ചർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ അല്ലേ. കാർഡിയാക് വാർഡ് ആണെങ്കിലോ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവര് അല്ലെ, അതിനു വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നവര്, അതിനു വേണ്ട എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തിരിക്കുന്നത് അല്ലെ, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ളവരോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർജറി കഴിഞ്ഞവരൊക്കെ അല്ലേ. അപ്പൊ എന്താണ് ആ ഒരു വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലേ. ഓരോ സെക്ഷൻ അതാത് വാർഡിലായിരിക്കും അല്ലേ. അപ്പൊ എന്താണ് നോക്കിയേ, എ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ വെയർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾസ്. വാർഡ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂം ആണ് അല്ലെ, പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന, അവരെ താമസിപ്പിക്കുന്ന ഒരു റൂം അല്ലേ. അവിടെ എന്താണ് വെയർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾസ് അല്ലെ. അവിടെ എന്താണ് മെനി പീപ്പിൾ, ഒരുപാട് പേഷ്യൻസിന് വേണ്ട, പീപ്പിൾസിന് വേണ്ട ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. പീപ്പിൾ ഹൂ നീഡ് സിമിലർ ട്രീറ്റ്മെന്റ് അല്ലെ, അവർക്ക് എങ്ങനെയാണ് സമാനമായിട്ടുള്ള ചികിത്സകളായിരിക്കും വേണ്ടത് അല്ലെ. ഇപ്പൊ കാർഡിയോളജി വാർഡ് ആണെങ്കിൽ കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിൽ അവർക്ക് കൊടുക്കുന്നത്, ഓർത്തോ ആണെങ്കിൽ ഓർത്തോവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളായിരിക്കും അല്ലെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ആണല്ലേ. അപ്പൊ എന്താണ് ഓഫർ പീപ്പിൾസ് who need similar treatment അല്ലെ, ആർക്കാണോ ഒരേ സിമിലർ ആയിട്ടുള്ള സമാനമായിട്ടുള്ള ചികിത്സകൾ വേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് പീപ്പിൾസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് വാർഡ്. നെക്സ്റ്റ്, stay can be long term or short term depending upon the severity of the condition. നമ്മ ആ ഒരു വാർഡില് എത്ര ദിവസം കിടക്കണം അല്ലെ, ഒരു 2-3 ദിവസം കിടന്നാ മതിയോ, അതല്ലെങ്കിൽ ഒരു 5 ദിവസം കിടക്കണോ, അല്ലെങ്കിൽ ഒരാഴ്ച കിടക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്, upon the severity of the condition അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചല്ലേ. സെവേരിറ്റി എന്ന് പറഞ്ഞാല് അവസ്ഥ, തീവ്രത അല്ലെ, കാഠിന്യം, തീവ്രത എന്ന് പറയും സെവേറിറ്റി അല്ലെ. നമുക്ക് ഒരു ചെറിയ പനിയാണെങ്കിൽ നമ്മൾ ഒരു 3 ദിവസം കിടത്തി ആന്റിബയോട്ടിക്സ് തന്നെ വിടും അല്ലെ. ഒരു ചെറിയൊരു പനിയാണെങ്കിൽ ആണോ, എന്താ പറയാത്തെ, ആ ഒരു പനി കൂടി ന്യൂമോണിയ ആയി മാറിയാലേ നമ്മൾ 3 ദിവസമാണോ കിടക്കുന്നത്, അതൊരു കുറച്ച് ദിവസം കൂടി അങ്ങോട്ട് കൂടില്ലേ അല്ലെ. അപ്പൊ അവിടെ തീവ്രത കൂടി, ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷന്റെ തീവ്രത കൂടിയോ, ഹെൽത്ത് കണ്ടീഷന്റെ തീവ്രത കൂടിയോ. അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റൽ, ഒരു വാർഡില് പേഷ്യന്റിനെ താമസിപ്പിക്കുന്നത് ലോങ് ടേം ആണ്, അതായത് കുറെ ദിവസമാണോ അല്ലെങ്കിൽ കുറച്ച് ദിവസമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു പേഷ്യന്റിന്റെ അസുഖത്തിന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ ആണോ? ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മിസ് അത് ജസ്റ്റ് ഒന്ന് തുടങ്ങി കുറച്ചൊന്നും എടുക്കണം എന്ന് വിചാരിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.